ഇപ്പോ നമ്മുടെ ഇടയിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഇടയിൽ പ്രശ്നമുള്ള ചില സംഗതികളൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, അതൊന്നും സംസാരിച്ച് നാം ആരും ആ വ്രണം വലുതാക്കാൻ ശ്രമിക്കരുത്. ഒരു വലിയ പ്രസ്ഥാനം, ലക്ഷോപലക്ഷം ജനങ്ങളുള്ള പ്രസ്ഥാനമാണ് നമ്മുടേത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടേത്. അതിൽ ഒരുപാട് വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും സാധാരണക്കാരും പണ്ഡിതന്മാരും മഹാന്മാരായ നമ്മുടെ ഉമറാക്കളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരാൾ മാത്രമുള്ള പ്രസ്ഥാനത്തിന് അത് പ്രസ്ഥാനമെന്ന് പറഞ്ഞുകൂടാ, അവിടെ അഭിപ്രായ വ്യത്യാസവും ഉണ്ടായില്ല. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ അത് മാന്തി വലുതാക്കി വളരെ വലിയ മുറിവാക്കി നാം പ്രവർത്തിക്കാൻ പാടില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ചിലത് നമുക്ക് പെട്ടെന്ന് അതിൽ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല, പക്ഷെ അത് ശരിയായിരിക്കും. അപ്പോ അവരെന്തു പറയുന്നു എന്നതാണ് എല്ലാ വിഷയത്തിലും നമുക്ക് പരിഗണിക്കാനുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ കുറെ കുട്ടികൾ നമ്മെപ്പോലെ തന്നെ അവര് തീവ്രവാദികളായിരിക്കും. അതായത് തീവ്രവാദം എന്ന് പറഞ്ഞാൽ രാജ്യത്തിന് പറ്റാത്ത തീവ്രവാദമുണ്ട്, അതല്ല, ആശയ സ്പിരിറ്റുള്ള കുട്ടികളുണ്ടായിരിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലതും പറയും, പക്ഷെ നേതാക്കൾ അതൊക്കെ നിയന്ത്രിക്കും. അതുപോലെ കുട്ടികൾ ഇന്നും പറയുന്നുണ്ട്. അതിനെല്ലാം നേതാക്കൾ എന്ത് തീരുമാനമെടുക്കുന്നോ അവിടെയാണ് നാം നിൽക്കേണ്ടത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് യാതൊരു താല്പര്യവുമില്ല, ഒരു താല്പര്യവുമില്ല. പിന്നെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ രംഗത്ത് നാം ഒരുപാട് പ്രശ്നങ്ങൾ സഹിച്ചവരാണ്, പ്രശ്നങ്ങൾ പരിഹരിച്ചവരുമാണ്. അതുകൊണ്ട് ആരും ഒരു പ്രയാസവുമില്ലാതെ നേതൃത്വത്തിന്റെ ആ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവരുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇതാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.